ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാം ഡേറ്റ് വരുന്നത് 18/2/2025 ട്യൂസ്ഡേ ആണ്. എക്സാമിന്റെ ടൈം വരുന്നത് 7:15 AM to 9:15 AM ആണ്. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 30/2024 ആണ്. കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് 12 ഡിസംബർ ആണ്. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് അപേക്ഷിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 38,270 പേരാണ്. ഇത്രയും പേര് 38,270 പേര് അപേക്ഷ തസ്തികയിൽ കൺഫർമേഷൻ കൊടുത്തവർ വെറും 24,108 പേര് മാത്രമാണ്. അതായത് ഏകദേശം 14,162 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. 37% ആൾക്കാർ ഇൻഫർമേഷൻ ഈ ഒരു പോസ്റ്റിലേക്ക് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 125/2018 ആണ്. ഡേറ്റ് ഓഫ് എക്സാം 3/12/2019. ഡേറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 8/12/2021. കട്ട് ഓഫ് മാർക്ക് വന്നത് 46.33. മാക്സിമം മാർക്ക് OMR എക്സാമിലെ മാക്സിമം മാർക്ക് 67 ആയിരുന്നു. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 4/12/2024 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് പോയിട്ടുള്ളത് 68 ആണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. December 7th 2024 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു. ഇനി എന്തുകൊണ്ട് 37% ആൾക്കാർ, അതായത് ടോട്ടൽ ഒരു 38,270 പേര് അപേക്ഷിച്ച തസ്തികയിൽ 24,108 പേര് മാത്രമായിട്ട് കൺഫർമേഷൻ നൽകി. അതായത് ഏകദേശം ഒരു 37% ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ 37% സ്റ്റുഡൻസ് കൺഫർമേഷൻ കൊടുക്കാതെ ബാക്കൗട്ട് ചെയ്യേണ്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം അതിന്റെ റീസൺ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വന്ന സിലബസ് ചേഞ്ച് തന്നെയാകാം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് നാളുകൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അത്രയും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ സിലബസ് എന്ന് പറയുന്ന അവർക്ക് നല്ല രീതിയിൽ ആഘാതം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഒരു സിലബസ് കണ്ടപ്പോഴേ മനസ്സുമെടുത്ത് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാതെ പിന്മാറിയിട്ടുണ്ടാകാം. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിലബസ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സിമിലർ സിലബസ് ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വന്നിട്ടുള്ളത്. സിമിലർ എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും എഞ്ചിനീയറിംഗ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതിന്റെ എല്ലാ ടോപ്പിക്സും തന്നെ സെയിം ആണ്. ബിസിനസ് മാനേജ്മെന്റ് എന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സെയിം സിലബസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയം ഉണ്ടാവാം. ഈ ഒരു പോസ്റ്റിലേക്ക് മുൻ റാങ്കിൽ എത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് ആദ്യ റാങ്ക് കിട്ടിയേക്കാം എന്ന ഭയം കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ബാക്കൗട്ട് ചെയ്യാനുള്ള കാരണമാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും മറ്റൊരു കാരണം പറയാൻ പറ്റുന്നത് ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയത് December 7-നാണ്. 2024 December 7-നാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയത്. അതിൽ തന്നെ നമുക്ക് 68ഓളം പേർക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി വേക്കൻസി ഉണ്ടാകുമോ, അതോ ഇപ്പോൾ നടക്കുന്ന പരീക്ഷ വെറും പ്രഹസനം മാത്രമാണോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്കുണ്ടാവും. അതുകൊണ്ടാകാം ഇത്രയും 37% ആൾക്കാര് കൺഫർമേഷൻ കൊടുക്കാതിരുന്നത്. അവർ ഈ ഒരു പോസ്റ്റിൽ നിന്ന് അവർക്ക് ഫർദർ ആയിട്ട് കൺഫർമേഷൻ കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ഒരു കാരണം അതാകാം. അപ്പം നമുക്ക് ശരിക്കും നോക്കാം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രഹസനം മാത്രമാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ യുടെ എക്സാം, അതിന്റെ കാറ്റഗറി നമ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ കാറ്റഗറി നമ്പർ വന്നത് 125/2018 അതിന്റെ കാറ്റഗറി നമ്പർ. അപ്പൊ ആ ഒരു സമയത്ത് എക്സാം വിളിച്ച സമയത്തും സ്റ്റുഡൻസിന് ഇതേ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് ആശങ്ക വരാനുള്ള കാരണം അതിനു മുന്നത്തെ പ്രാവശ്യം 60-ലധികം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു. എഴുതിയിട്ട് കാര്യമുണ്ടോ, അവർക്ക് ജോലി ലഭിക്കുമോ, വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അവരുടെ ആ ആശങ്കകൾക്കൊക്കെയുള്ള ശക്തമായ മറുപടി തന്നെയായിരുന്നു കാറ്റഗറി നമ്പർ 125/2018 എക്സാം. അതായത്
നമ്മുടെ 7/12/2024 അവസാനിച്ച ലിസ്റ്റില് ഏകദേശം 68 നിയമനമാണ് നടന്നത്. അപ്പൊ ഇപ്രാവശ്യം വേക്കൻസി ഉണ്ടോ എന്ന് ആശങ്കപ്പെട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം വേക്കൻസി ഉണ്ടാകുമോ, അതോ ഇനി പ്രിപ്പയർ ചെയ്യുന്നത് വെറുതെ ആകുമോ? ഈ വേക്കൻസിയെ പറ്റി തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ട് ഇപ്പൊ സ്റ്റുഡൻസിന്. അപ്പം ഈ ഇതിനെ പറ്റി നമുക്ക് ഇതെങ്ങനെയാണ്, ഈ വേക്കൻസി ഉണ്ടാകുമോ, അതോ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ഈ വർഷം അവസാനം ഏകദേശം ഒരു 22ഓളം IUക്ക് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറായി പ്രൊമോഷൻ വരാൻ പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന IU പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ 2025 അവസാന മാസങ്ങളിൽ ഇപ്പം നിലവിൽ വരും. അപ്പൊ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ഈ IUയുടെ എക്സാം കഴിഞ്ഞു, അതിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഏകദേശം നമുക്ക് 2025 ലാസ്റ്റ് ഒക്കെ ആവുമ്പോ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇപ്പൊ തുടങ്ങി 2028, 3 വർഷം വരെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ 2028 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഇപ്പൊ ഉള്ള റിട്ടയർമെന്റ് വേക്കൻസികൾ, പ്രൊമോഷൻ വേക്കൻസികൾ എല്ലാം തന്നെ എന്താണ്, ഈ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ ആയിരിക്കും ഈ വേക്കൻസികളെല്ലാം തന്നെ കിട്ടുന്നത്. അപ്പം IU എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇപ്പം IU എക്സാമിന് ഒരുപാട് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ IU എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആദ്യ റാങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ആ വിദ്യാർത്ഥികൾ ഈ വർഷം തന്നെ നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് മിക്ക ബ്രാഞ്ചസിലെയും, അതുപോലെ തന്നെ പോളിടെക്നിക് ലെക്ചറർ മിക്ക ബ്രാഞ്ചസിലെയും റാങ്ക് ലിസ്റ്റിൽ ആദ്യമുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം. അതെങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും എന്ന് വെച്ചാൽ, എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതിന് കാരണമുണ്ട്. നമ്മുടെ IU കോഴ്സ് എടുത്ത് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവര് തന്നെ ഇപ്പൊ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, പോളി ലെക്ചർ, AE എന്നീ ലിസ്റ്റിലൊക്കെ തന്നെ മുൻനിരയിലുള്ള സ്റ്റുഡൻസ് ആണ് അതിലുള്ളത്. പിന്നെയുള്ള വസ്തുത എന്ന് പറയുന്നത്, ഈ വർഷം ഒക്ടോബർ 30 നടന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിമിലർ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു, സിമിലർ സിലബസിലുള്ള പരീക്ഷയായിരുന്നു. അപ്പൊ ആ പരീക്ഷയിൽ ആദ്യ റാങ്ക് സ്വന്തമാക്കിയ ആൾക്കാര് ആയിരിക്കും സ്വാഭാവികമായിട്ട് എന്താണ് IUയിൽ ആദ്യ റാങ്കിൽ എത്തുക. കാരണം എന്താണ്, സിലബസ് സിമിലർ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ജോബ്സ് എല്ലാം തന്നെ ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ജോബ്സ്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ, പോളി ലെക്ചറർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇതെല്ലാം തന്നെ എന്താണ് ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ജോലി ലഭിക്കുന്നത് ആരും ഈ ജോലി ലഭിച്ച ഒരു കാൻഡിഡേറ്റ്സും എന്താണ് IU പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. ആയതിനാൽ നമുക്ക് നിലവിൽ വരുന്ന വേക്കൻസിയേക്കാൾ കൂടുതൽ അഡ്വൈസ് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ ലിസ്റ്റിൽ ഏകദേശം 50-ന് മുകളിൽ അഡ്വൈസ് വരാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ വേക്കൻസിയെ പറ്റി ഓർത്ത് ഇപ്പോഴും ടെൻഷൻ അടിച്ച് നിരാശപ്പെട്ട് പഠിക്കാതെ ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. എന്നാൽ ഈ ഒരു പോസ്റ്റ് ആഗ്രഹമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മടിച്ചിരിക്കാതെ അവരുടെ പ്രിപ്പറേഷൻ ശക്തിപ്പെടുത്തുക. വേക്കൻസിയെ കുറിച്ച് ആലോചിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. എങ്ങനെ പോയാലും 50-ന് മേളിൽ അഡ്വൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും ഇതിനു വേണ്ടി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തവർക്കും ഇനിയും 60 ദിവസത്തിന് മുകളിൽ അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കാനും നമ്മുടെ ടെക് PSC കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെക് PSCയുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ലൈവ് സെഷൻസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻ ടിൽ എക്സാം ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് ബേസ് ചെയ്ത് 20 മാതൃകാ പരീക്ഷ ഉണ്ടാവും. 5000-ഓളം ടോപ്പിക് വൈസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വീക്ക്ലി മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. കോഴ്സിന്റെ ഫീസ് വരുന്നത് 2999 രൂപയാണ്. താങ്ക് യു.